റിയാസ് ആ വാർഡംഗം സൂചിപ്പിച്ചത് വളരെ ദയനീയമായ ചിത്രമാണ്. നമ്മൾ റിയാസിനോട് ഇന്നലെ രാവിലെ 7 മണിക്ക് സംസാരിക്കുന്നതിലേക്കും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഏറി വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എന്നാണ് അവിടെ നിന്നുള്ള പ്രദേശവാസികളും അവിടുത്തെ തദ്ദേശ ഭരണ പ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം സൂചിപ്പിക്കുന്നത്. അത്രത്തോളം ഭീകരമായ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയ പ്രകൃതിയുടെ സംഹാര താണ്ഡവം തന്നെയാണ് ആ മേഖലയിൽ അരങ്ങേറിയത്. ഇപ്പോഴും രക്ഷാപ്രവർത്തകർ മൃതശരീരങ്ങൾ പലയിടങ്ങളിൽ നിന്നും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. വളരെ ദയനീയമായ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. റിയാസ് പറഞ്ഞു വന്നത് തുടരാം. ഹിബിഷ്, ഇതിൽ ഈ രക്ഷാദൗത്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടുന്ന പേര് ഇന്ത്യൻ സൈന്യത്തിൻ്റെത് തന്നെയാണ്. ഇന്ത്യൻ സൈന്യം നടത്തുന്ന സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യം, ഈ 400-ലധികം ആളുകളെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ഒരു പരിശ്രമം, ഇനിയും കുടുങ്ങിക്കിടക്കുന്ന 200-ലധികം പേരെ കണ്ടെത്താൻ നടത്തുന്ന ശ്രമം, ഇതിലെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ പങ്ക് നിർണായകമാണ്. അവരിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അതായത് 122 ഇൻഫൻട്രി ബറ്റാലിയൻ മദ്രാസ് റെജിമെന്റ്, അവർ കോഴിക്കോട് നിന്നുള്ള വെസ്റ്റ് ഹിൽ ബാരക്കിൽ നിന്നുള്ള സംഘമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെള്ളരിമലയിലെ വനറാണി എസ്റ്റേറ്റിലും ഏല എസ്റ്റേറ്റിലും കുടുങ്ങിയ 17 പേരെ രക്ഷപ്പെടുത്തിയത്. ആ 17 പേരെ രക്ഷപ്പെടുത്തിയത് സൈന്യത്തിന്റെ 2 ഉദ്യോഗസ്ഥർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. അവരുടെ പേര് അനിൽകുമാർ, ഒപ്പം തന്നെ ജിജിൽ, അനിൽകുമാർ എന്നീ 2 സൈനിക ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഈ 17 പേരെ രക്ഷപ്പെടുത്തിയത് എന്നറിയുമ്പോഴാണ് സൈന്യത്തിന്റെ ഒരു വലിയ മഹത്വം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഇത് കൃത്യമായി തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ വെസ്റ്റ് ഹിൽ ബാരക്കിലുള്ള കേണൽ നവീൻ ബെഞ്ചിത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ രക്ഷാദൗത്യമെല്ലാം തന്നെ നടക്കുന്നത്. അതിനു പുറമെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഏഴിമലയിലുള്ള നാവിക അക്കാദമിയിൽ നിന്നുള്ള സംഘം വരുന്നു, നേവിയുടെ സംഘം വരുന്നു. അവർ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു. നേവിയുടെ 60 അംഗ സംഘമാണ് ഇവിടത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുന്നു. മറ്റൊന്ന് INS സമോറിയൻ എന്ന് പറയുന്ന ഇന്ത്യൻ സേനയുടെ ഏറ്റവും അത്യാധുനികമായ കപ്പൽ അറബിക്കടലിൽ നങ്കൂരമിട്ടുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. കൂടാതെ ബെയിലി പാലവുമായി സൈന്യം എത്തുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാൻ വന്ന കാര്യം, ഏഴിമല നാവിക അക്കാദമിയിലെ 60 അംഗ സംഘം രക്ഷാപ്രവർത്തനത്തിന് ചൂരൽ മലയിലെത്തുമ്പോൾ അതിന് ലഫ്റ്റനന്റ് കമാൻഡന്റ് ആശീർവാദ് നേതൃത്വം നൽകുമ്പോൾ അതിൽ 45 നാവികരുണ്ട്, 5 ഓഫീസർമാരുണ്ട്, 6 ഫയർ ഗാർഡ്സ് ഉണ്ട്, ഒരു ഡോക്ടർ അടങ്ങിയ ഒരു സംഘം, വിശദമായ ഒരു സംഘം തന്നെയാണ്, ഏറെ വിപുലമായ ഒരു സംഘം തന്നെയാണ് ഇവിടെ നേവിയുടേതായാലും ഇനി കരസേനയുടേതായാലും വ്യോമസേനയുടേതായാലും ഒക്കെ എത്തുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് വായുസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഒരുപാട് മനുഷ്യരെ എയർലിഫ്റ്റിംഗിലൂടെ, പ്രത്യേകിച്ച് റിസോർട്ടിൽ കുടുങ്ങിയ 100ഓളം മനുഷ്യരെ എയർലിഫ്റ്റിംഗിലൂടെ പുറത്തെടുക്കുന്നു. ഒപ്പം കണ്ണൂരിലെ DSCയിൽ നിന്നുള്ള സംഘം, കോഴിക്കോട് ഈ വെസ്റ്റ് ഹിൽ ബാരക്കിൽ നിന്നുള്ള സംഘം എത്തി താൽക്കാലികമായ പാലം നിർമ്മിച്ച് ഈ മുണ്ടക്കയിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ എല്ലാം തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് രാവിലെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ചയാണ്. തെരച്ചിലിന് സ്നിഫർ നായകൾ വരുന്നു. അത് വഴി ഈ മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നു. രാജ്യം ഈ സമയത്ത് വയനാട്ടിലെ മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികൾ, ഈ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അവർക്ക് ബിഗ് സല്യൂട്ട് അർപ്പിക്കേണ്ട ഒരു നിമിഷമാണ്. സൈന്യത്തിന്റെ ആ സേവനം അത് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ളതാണ്. ഒരുപാട് മനുഷ്യരുടെ ചേതനയേറ്റ ശരീരം കിടക്കുന്ന കണ്ണീർ ഭൂമിയിലേക്ക് രക്ഷാകരങ്ങളായി ഇന്ത്യൻ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾ എത്തിക്കൊണ്ട് അവിടെ രക്ഷാദൗത്യം അതിലേർപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ ഒരു കണ്ണീർ ശ്മശാനം തന്നെയായി നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ എരിഞ്ഞടങ്ങിയ
അനുരണനീയ ഭൂമിയായി ഈ മുണ്ടക്കൈ പ്രദേശം മാറിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രി 7 മണി മുതൽ ബുധനാഴ്ച പുലർച്ചെ 3 മണി വരെ 15 മൃതശരീരങ്ങളാണ് അവിടെയുള്ള ശ്മശാനത്തിൽ, അതായത് ഇവിടെയുള്ള മേപ്പാടിയിലെ പൊതുശ്മശാനത്തിലായിരുന്നു ചില ആളുകളുടെ മൃതദേഹം സംസ്കരിച്ചത്. ആ മൃതദേഹം സംസ്കരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കണക്കുകൾ ഇപ്രകാരമാണ്. ചൊവ്വാഴ്ച രാത്രി 7 മണി മുതൽ ബുധനാഴ്ച പുലർച്ചെ 3 മണി വരെ 15 മൃതശരീരങ്ങൾ മേപ്പാടിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. രാവിലെ 7 മണി മുതൽ ഇന്ന് രാവിലെ 7 മണി മുതൽ വീണ്ടും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഒരു കാഴ്ച, ഇടതടവില്ലാതെ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വരുന്ന ദയനീയമായ ഒരു കാഴ്ച. എപ്പോഴും നമുക്ക് ആ കാഴ്ചകളിലേക്ക് തന്നെ തിരിച്ച് വരേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ ഒരു ഇടവേള അനിവാര്യമാണ്.